ഗോവയിൽ ഷിപ്പിറങ്ങി നേരെ ഒരു സ്കൂട്ടർ റെൻറ്റിനങ്ങോട്ട് എടുത്തു. അതിലായി പിന്നീടുള്ള യാത്ര. ടീമിന് വേണ്ടി റിസോർട്ടുകൾ കണ്ടുപിടിക്കുകയായിരുന്നു ദൗത്യം. അതിനായി കടലിന് വളരെ അടുത്തുള്ള ഒരുപാട് റിസോർട്ടുകൾ നേരിട്ട് പോയി കണ്ടു, ബോധ്യപ്പെട്ടു. തിരിച്ചെൻ്റെ ഹോട്ടലിലേക്ക് വന്നു. അവിടെ നിന്നും എൻ്റെ ഒരു സുഹൃത്തായ ജ്യോതി മാമിനെ കാണാൻ വേണ്ടിയായി അടുത്ത യാത്ര. ഏകദേശം 55 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് മാമിനെ കണ്ട് പ്രൊജക്റ്റ് പറഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് തിരിച്ചു. രാത്രി ഗോവയുടെ അതിമനോഹരമായ വൈബുകൾ. പ്രഭാതത്തിൽ വീണ്ടും വണ്ടിയെടുത്ത് ഗോവയിൽ ആരും കാണാത്ത പലയിടങ്ങളിലൂടെയും സഞ്ചരിച്ച് സ്കൂട്ടറിൽ അതിമനോഹരമായി വളരെ രസകരമായി പഴയ പള്ളിയും അതുകൂടാതെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലാത്ത ഗോവയിലെ തന്നെ പല പ്രാചീന പള്ളികളും എനിക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ കഴിഞ്ഞു. ഗോവയിൽ തന്നെ അധികം ടൂറിസ്റ്റുകൾ പോവാത്ത ഒരുപാട് ഗ്രാമീണ പ്രദേശങ്ങളുണ്ട്. ശരിക്കും അതിമനോഹരമായ സ്ഥലങ്ങളാണ് അവിടം. പലരും ഇതുവരെ അത് എക്സ്പ്ലോർ ചെയ്തിട്ട് കൂടിയില്ല. ഇത് അതിപുരാതനമായ ഒരു പള്ളിയാണ്. ഗോവയിലെ ഗ്രാമീണ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളും അതുകൂടാതെ തനി ഗോവൻ കൾച്ചർ എടുത്തു കാണിക്കുന്ന മനോഹരമായ വീടുകളും റിയൽ ഗോവൻസിനെയും കാണണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലെ ഉൾഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കണം. ഇവിടെ ഗോവൻസ് എല്ലാവരും കളർഫുള്ളാണെന്ന് പറയുന്നത് അവരുടെ വീടുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാം വ്യത്യസ്തമായ നിറങ്ങളിലാണ് അവർ വീടുകളെല്ലാം പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ പ്രതീതിയാണ് സാധാരണ ഗോവയിലെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഈ യാത്രയിൽ ഒരുപാട് മനസ്സിന് പ്ലസൻറ്റ് ഫീൽ ചെയ്യുന്ന കാഴ്ചകളായിരുന്നു എനിക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ നാട് പോലെയൊക്കെ തന്നെയാട്ടോ ഗോവയും. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. വീടുകളുടെ ഈ വ്യത്യസ്തമായ കളറുകളും പിന്നെ ചെറിയൊരു പോർച്ചുഗീസ് ടച്ചും കൂടി ആകുമ്പോൾ ഒരു ചെറിയ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. പിന്നെ ആ ഒരു തനിമ അവർ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഗോവയെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കുന്നതിൽ ഇതിനും ഒരു വലിയ പങ്കുണ്ട്. ഒരു കർഷകനെ കാണാൻ കഴിയുമോ എന്ന് നോക്കിയപ്പോഴാണ് ദേ നിൽക്കുന്ന ഒരാൾ. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ബിർള മന്ദിരം കാണാനായി ഓട്ടം. അതിവിശാലമായ ഒരു മന്ദിരമാണ്. ബിർളയാണ് പണി തീർത്തിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് തിരിച്ച് എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ ഞാൻ ഒരുപാട് കൊല്ലം മുമ്പ് കേട്ട മൈന ബീച്ച്, പണ്ട് പബ്ബുകളുടെ ഒരു വലിയ സാമ്രാജ്യം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് സർക്കാരുകൾ മാറി വന്നപ്പോൾ അത്തരം പ്രവർത്തികൾ സാമൂഹ്യ വിരുദ്ധമാണെന്ന് കണ്ട് അത് ഇല്ലായ്മ ചെയ്തു. ഇന്ന് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ, സീ ആക്ടിവിറ്റീസുകളാണ് കൂടുതലും കാണപ്പെടുന്നത്. അങ്ങനെ മൈന ബീച്ചിൻ്റെ മനോഹാരിതകളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും വണ്ടി എടുത്ത റെൻ്റ് സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുകൊടുത്ത് അവിടെയുള്ള ഒരു ബൈക്ക് യാത്രക്കാരനെ കൂട്ടുപിടിച്ച് തിരിച്ച് എയർപോർട്ടിലേക്ക് യാത്ര. അങ്ങനെ ഗോവൻ എയർപോർട്ടിൽ നിന്നും തിരിച്ച് നമ്മുടെ മനോഹരമായ കേരളത്തിലേക്ക്.